ചേട്ടാ നമുക്ക് അങ്ങനെ വിവരം ഒന്നും കൊണ്ടോ? വിവരം കടയിൽ വരുന്ന പയ്യനാണ്, രാവിലെ ഇവിടെ വന്നതാണ്. ഉണ്ട് വിനോദ് എന്ന് പറയുന്ന പയ്യനാണ് അടിച്ചേക്കുന്നത്. ലോട്ടറി ടിക്കറ്റ് കാണിക്കാവോ? വിനോദ് എന്ന് പറയുന്ന സുഹൃത്താണോ? സുഹൃത്താണ്. ടിക്കറ്റ് BB1354. ഇതാ നമ്മൾ ഈ ലോട്ടറി ടിക്കറ്റ് എടുത്തത് ഇദ്ദേഹത്തിന്റെ ഒരു സുഹൃത്താണ്. പേരെന്തായിരുന്നു? സജിത്ത്. വിനോദ് സുഹൃത്തിന്റെ പേര് വിനോദ് എന്ന് പറയുന്ന ആൾക്കെന്നാണ് പറയുന്നത്. ടിക്കറ്റിന്റെ ഫോട്ടോ ഒക്കെ ഇവരുടെ കയ്യിൽ തന്നെ ഉണ്ട്. അതിൽ ടിക്കറ്റ് നമ്പർ ഉണ്ട്, ഫോട്ടോ ഒക്കെ ഉണ്ട്. എന്തായാലും ഇത് ഉറപ്പിക്കേണ്ടതുണ്ട്. ഇദ്ദേഹം പറഞ്ഞു ഇദ്ദേഹത്തിന്റെ സുഹൃത്ത് വിനോദിനാണ് ലോട്ടറി അടിച്ചതെന്നാണ്. ജയശങ്കർ, വിനോദാണോ ആള്? അതായത് ഈ ഒന്നാം സമ്മാനം അടിച്ചത് വിനോദിന്റെ അച്ഛൻ പൊന്ന് എന്ന് പറയുന്ന ആൾക്കാണ്. നമുക്ക് ആ ടിക്കറ്റ് അദ്ദേഹത്തിന്റെ കയ്യിൽ ടിക്കറ്റ് ഉണ്ട്, നമുക്ക് നോക്കാം. ആ ടിക്കറ്റിൽ കൃത്യമായ ആ നമ്പറുകളൊക്കെ തന്നെ ഉണ്ട്. അദ്ദേഹത്തിനാണ് പാനേടി സ്വദേശികളാണ്. ഈ പൊന്നൻ എന്ന് പറയുന്ന വിനോദിന്റെ അച്ഛനാണ് ഈ ടിക്കറ്റ് എടുത്തത്. വിനോദ് അച്ഛൻ പൊന്നൻ ഒപ്പം തന്നെ ഇതാ അമ്മ എല്ലാവരും കുടുംബമായിട്ട് തന്നെ ഇവിടെ ഉണ്ട്. പെട്ടെന്നാണ് അപ്രതീക്ഷിതമായി ഇവർക്ക് ഇങ്ങനെ ഒരു സന്തോഷം വരുന്നത്. ചേട്ടാ എന്ത് തോന്നുന്നു? കരച്ചിലൊക്കെ വരുന്നുണ്ടല്ലോ. അത്രയ്ക്ക് വിഷമിച്ച് എനിക്ക് ആദ്യമായിട്ടല്ലയോ ലോട്ടറി അടിക്കുന്നത്. ആഗ്രഹം അതിപ്പം പറയാൻ പറ്റത്തില്ല, നമ്മൾ ആലോചിച്ചിട്ട് പറയാം. ചേട്ടന്റെ പേര് ആദ്യം നമ്മൾ കേട്ട വിനോദ്. അച്ഛനാണ് അടിച്ചിരിക്കുന്നത് അല്ലേ? എന്തായാലും നമ്മളെ വീട്ടിലേക്ക് എന്ത് ചെയ്യണം എന്നാ പ്ലാൻ? അത് അച്ഛനോട് തീരുമാനിച്ച് എല്ലാം എന്തെങ്കിലും ചെയ്യും. എനിക്ക് ഒരു ദിവസം സുഖമില്ലാതായപ്പോൾ അച്ഛൻ ചെന്ന് ടിക്കറ്റ് എടുത്തത്, അങ്ങനെ അതിനെ അടിച്ചത്. എന്താ ചെയ്യുന്നത്? നിങ്ങൾ എന്താ ചെയ്യുന്നത്? ലോട്ടറി പിന്നെ. അച്ഛന് ജോലിയുണ്ടോ? അച്ഛൻ നേരത്തെ ജോലി ഉണ്ടായി, ഇപ്പം ആക്സിഡന്റ് കഴിഞ്ഞ് ഇരിക്കുന്നതുകൊണ്ട് ജോലിയൊന്നുമില്ല. അമ്മയും വീട്ടിൽ തന്നെയാണല്ലേ? അമ്മയും വീട്ടിൽ തന്നെ. അതായത് അമ്മയ്ക്ക് ലോട്ടറി കച്ചവടം. അതായത് ഒരു ലോട്ടറി കച്ചവടക്കാരനാണ്, ലോട്ടറി ഏജന്റാണ് വിനോദ്. അദ്ദേഹം ഈ ലോട്ടറി തന്നെയാണ് അദ്ദേഹത്തിന്റെ ഉപജീവന മാർഗം. അമ്മയ്ക്ക് ലോട്ടറി വിൽപ്പന ഉണ്ട്. അപ്പൊ നമ്മുടെ ഉപജീവന മാർഗം തന്നെ നമ്മുടെ സന്തോഷം. രാധാമണി എന്നാണ് അമ്മയുടെ പേര്. വിനോദ് എന്ന് പറയുന്നത് മകന്റെ പേരാണ്. പൊന്നൻ എന്ന് പറയുന്ന അച്ഛന്റെ പേരാണ്. ഇവർ ലോട്ടറി വിൽപ്പനയാണ് ജോലി. വിനോദ് ലോട്ടറി ഏജന്റാണ്. ഒപ്പം തന്നെ അമ്മയും ഈ വയസ്സാം കാലത്തും ഈ ലോട്ടറി ഒക്കെ ആയി പോകുന്നുണ്ട്. അച്ഛൻ ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതിനാൽ വീട്ടിൽ വിശ്രമിക്കുകയാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഒരു ലോട്ടറി, ഒരു 12 കോടിയൊക്കെ അടിച്ച ലോട്ടറി ടിക്കറ്റ് ഇങ്ങനെ കയ്യിലെടുക്കുന്നത്. ഇവർ വലിയ വിശ്വാസമുള്ളതുകൊണ്ട് കയ്യിൽ തരുന്നതെന്ന് തോന്നുന്നു. എന്തായാലും ഇതാണ് ഭാഗ്യ ലോട്ടറി. അതെ, പിന്നെ നമുക്ക് വേറൊരാളെ പരിചയപ്പെടണം. ഈ ചേട്ടനാണ് ആദ്യമായിട്ട് നമുക്ക് ഈ ലോട്ടറി അടിച്ച ഇന്ന സ്ഥലത്താണ് ഈ ലോട്ടറി എന്ന് പറഞ്ഞ് നമുക്ക് ആദ്യം വിവരം തരികയും നമ്മളെ ഇങ്ങോട്ട് കൊണ്ടുവരികയും ചെയ്യുന്നു. എന്തായാലും ഈ കുടുംബത്തെ സംബന്ധിച്ചത് വലിയ സന്തോഷമാണ്, വലിയ ഭാഗ്യമാണ്. എനിക്ക് എൻ്റെ മോന് ഞങ്ങൾ ഇവിടെ കഴിഞ്ഞ കാര്യങ്ങളൊന്നും പറയണ്ട, അത്രയ്ക്ക് ഞങ്ങൾ കഷ്ടപ്പെട്ടെങ്കിൽ. പിന്നെ ഈ ലോട്ടറിയിൽ നിന്നാണ് എൻ്റെ വീട് ജിപ്പിതിൽ പോയതായിരുന്നു. അത് എടുക്കാൻ പെട്ട പാടുകളൊന്നും പറയണ്ടായിരുന്നു. അങ്ങനെയൊക്കെ കരുന്നാപ്പം ഞാനും അതുപോണൊക്കെ നടന്ന് ചാരുമൂട് വഴി, ചത്തിയാർ വഴി, താമരക്കുളം വഴി മൊത്തം നടന്ന് വിൽക്കുമായിരുന്നു. അങ്ങനെ അപ്പം നടക്കാൻ വയ്യാഞ്ഞോണ്ട് തട്ട് അടിച്ചിട്ട് ഇപ്പൊ നടക്കണ്ടല്ലോ, ലോട്ടറി ഒക്കെ ആയില്ലേ? മീറ്ററുകൾ നടന്നാണ് ഇദ്ദേഹം ലോട്ടറിയൊക്കെ വിറ്റിരുന്നത്. നമ്മൾ ഈ കാറിലൊക്കെ ഇങ്ങോട്ട് വരുന്ന ഘട്ടത്തിൽ ഒപ്പം ഉണ്ടായിരുന്ന സുഹൃത്ത് നമ്മളോട് അതൊക്കെയാണ് പറഞ്ഞത്.